ഹോബി എന്താ? പാത്രം കഴുകലാണ്. ഈ പാവങ്ങൾ പല കുട്ടികളും ബോയ്സ് ഇപ്പോഴും ക്യാമ്പുകൾ നടത്തുമ്പോഴൊക്കെ പ്ലസ് ടുക്കാരും അല്ലെങ്കിൽ കോളേജ് ഡിഗ്രി സ്റ്റുഡൻസ് ഒക്കെ പറയും, ഇപ്പൊ പുതിയ തലമുറക്ക് കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്. എന്താ നിങ്ങളെ വീട്ടിലൊക്കെ അമ്മമാരെ ഹോബി? പാത്രം കഴുകലാണ്. അങ്ങനെ ധരിച്ചു വശായ ഒരു സൊസൈറ്റിന്നാണ് അന്നത്തെ സമയത്ത് അങ്ങനെ കല്യാണം കഴിഞ്ഞു വരുന്നത്. അവിടെ നിന്ന് അപ്പം എൻ്റെ കൂട്ടുകാരന്, അദ്ദേഹം പ്രവാസിയാണ്. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത് ഇഷ്ടം പോലെ പഠിക്കാം, എത്രയും പഠിച്ചിട്ട് പുറത്തെ യൂണിവേഴ്സിറ്റിയിൽ എവിടെയെങ്കിലും പോയി ചേരാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. അറബിക്കൊക്കെ പഠിച്ച് ഞങ്ങൾ പ്രീ ഡിഗ്രി ഒരു അറബിക് കോളേജിലായിരുന്നു പഠിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല അറബിക് ഭാഷയ്ക്ക് അന്ന് പ്രാധാന്യം ഏറി വരുന്നൊരു കാലമാണ്. പ്രവാസികളൊക്കെ ഒരുപാട് ആളുകൾ ഞങ്ങളെ കോളേജിൽ നിന്നൊക്കെ മലേഷ്യ, അവിടെ ഖത്തർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മദീന യൂണിവേഴ്സിറ്റി അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പഠിച്ചുയർന്ന് വളർന്ന കഥകൾ കേട്ട് ആ ആവേശത്തോടു കൂടിയാണ് വരുന്നത്. ഇന്നത്തെ റിസർച്ച് എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിന്ന് ചാലിയത്ത് വരുമ്പോൾ രാവിലെ തന്നെ 10-ക്കേ മീൻകറി തുടങ്ങും. അപ്പം മീൻ എങ്ങനെയൊക്കെ മുള്ള കൂടെയൊക്കെ പെടാതെ അങ്ങോട്ട് മുറിക്കുക. എൻ്റെ ഇൻലോസൊക്കെ ഒന്നും കൂടി കുറച്ചും കൂടി പഴയ ആൾക്കാരാണ്. അപ്പം അമ്മിമ്മൽ എങ്ങനെ വെണ്ണ നെയ്യ് പോലെ തേങ്ങ അരച്ചെടുക്കുക, മുട്ട എങ്ങനെ സോഫ്റ്റായിട്ട് ചുടണം, പിന്നെ ചോറും കറി, ഇതൊന്നും കുഴപ്പമുള്ള കാര്യങ്ങളായിട്ടല്ല. പക്ഷേ ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ഞങ്ങളെ ആവിഷ്കരിക്കാനും കൂടി സൊസൈറ്റി സമയം കണ്ടെത്തണം. അപ്പോഴാണ് ഇതൊക്കെ മനോഹരാവുന്നത്. മറ്റത് സത്യമാണ്, ഇപ്പോഴത്തെ പെൺകുട്ടികളെ ജോലിൻ്റെ തിരക്കും പേരൻറ്റിങ്ങിലുള്ള വ്യത്യാസം കാണുമ്പോൾ വിചാരിക്കും നമ്മളെ തൊഴിൽ രംഗത്തൊക്കെ ഇറക്കിയത് വലിയ തെറ്റായി പോയി. കാരണം ഞാൻ 2002 മുതൽ ഞാൻ ഈ ട്രെയിനിങ് ഫീൽഡിൽ വന്ന ആളാണ്. എൻ്റെ പഠനമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കല്യാണം കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് 16 വയസ്സിൽ കല്യാണം കഴിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കും. ചായക്കോപ്പയിൽ കൊടുങ്കാറ്റ് വീശിയതാണ് എൻ്റെ ജീവിതമൊക്കെ. കാരണം അങ്ങനെ അടക്കിയിട്ടാൽ അടങ്ങൂല എന്നുള്ള ഒരു അങ്ങനത്തെ, അതായത് അന്നത്തെ ഒരു സൊസൈറ്റി വിചാരിക്കണം എന്താ, കല്യാണം കഴിഞ്ഞ് കുട്ടികളായ ഇനി പിന്നെ പെൺകുട്ടികൾ പഠിക്കണം എന്നൊന്നും പറയില്ല. പക്ഷെ നമ്മളൊക്കെ അവിടെ നിൽക്കാതെ 18 വയസ്സായപ്പോൾ എൻ്റെ കൂട്ടുകാരനോട് ഞാൻ പറയുകയാണ്, എനിക്ക് പഠിക്കണം, ഡിഗ്രിക്ക് ജോയിൻ ചെയ്യണം. അപ്പം ഒരു കുട്ടിയായി 18 വയസ്സായി, ഇനിയിപ്പോൾ എങ്ങനെ പഠിക്കുക? പക്ഷെ ഇന്നിപ്പോൾ ഞാൻ മധുരമായിട്ട് ഒരു കാവ്യനീതി പറയാലോ, അപ്പം ഞാൻ പറയും ചിലപ്പോൾ നിങ്ങൾ അങ്ങനത്തെ വാക്കുകൾ ഇനി എങ്ങനെയെങ്കിലും പഠിപ്പിച്ചത്. അങ്ങനെ 7-8 വർഷം കൊണ്ടാണ് ഡിഗ്രി പ്രൈവറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത്. പിന്നെ BEd 32 വയസ്സിലാണ്, 33ാമത്തെ വയസ്സിൽ ഞാൻ BEd ചെയ്തത്. എൻ്റെ മകള് 10ാം ക്ലാസ്സിലാണ് ആ സമയത്ത്. അപ്പം എൻ്റെ കൂടെ ഉള്ള കുറേ കുട്ടികൾക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ 28 ആയൊരു കല്യാണം കഴിക്കാത്തവരുണ്ട്. അപ്പോൾ ഇവർ പറയാം, എൻ്റെ എന്താ പറയുക, ഈ A4 ഷീറ്റൊക്കെ മക്കളാണ് വരച്ചു തരിക. നല്ല രസമായിരുന്നു. കാരണം അതായത് നമ്മൾ കുട്ടികളും നമ്മളും പഠിച്ച് ഒരുമിച്ച് വളർന്നു. അതുകൊണ്ടുള്ള അനുഭവ സമ്പത്ത് ഇപ്പം ഇതിലിരിക്കുന്ന ഈ ആളുകൾക്കൊക്കെ തന്നെ ഞാൻ പറയാം, നിങ്ങൾ ഓരോരുത്തരും എടുത്ത് നോക്കും. നിങ്ങൾ ആദ്യം തന്നെ ഞാൻ പറയാം, മസിൽ പിടിച്ചൊന്നും ഈ ക്ലാസ്സിൽ ഇരിക്കണ്ട. നമ്മൾ ഈ 1 മണിക്കൂർ കുറച്ച് ആടി പാടി നിങ്ങളാ എന്താ പറയുക, തലേൻ്റെ ഉള്ളിലുള്ള ആ ഒരു ടെൻഷനൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങോട്ട് മാറ്റി ഹാപ്പി ആയിട്ട് ഇവിടുന്ന് പോകണം. അതാണ് ആകെ പറയാനുള്ളത്. കാരണം ടെൻഷനൊക്കെ പാടെ നമ്മളെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് സന്തോഷിക്കാമെന്ന് വിചാരിച്ചാൽ കഴിയുമോ? ഒരിക്കലും പറ്റൂല, ഒരു കാലത്തും നടക്കാത്ത കാര്യമാണ്. അപ്പം ഇതിൽ നിന്നുകൊണ്ട്, കാരണം ഇന്നത്തെ ആളുകൾക്കും ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ വളരാനും വികസിക്കാനും സർക്കാരിൻ്റെ ഇത്തരം സംഭവങ്ങളുടെ, ഇപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന വകുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് VD സതീശൻ സർക്കാർ. ഈ മുഖ്യമന്ത്രി അന്ന് പ്രഖ്യാപിച്ചപ്പോൾ കേട്ടില്ല നിങ്ങൾ? ഞാൻ നിങ്ങളോട് എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഇവരൊക്കെ ജനപ്രതിനിധികളെ പിന്നാലെ നടന്നൊക്കെ ആവശ്യപ്പെടുക, നമ്മൾക്കൊരു യൂണിവേഴ്സിറ്റി അവിടെ നമുക്ക് ഇഷ്ടമുള്ള പാചകമാവട്ടെ, പഴയകാല മരുന്ന്, നമ്മളെ കയ്യിലൊക്കെ എത്രയോ അമൂല്യമായ അറിവുകളുണ്ട്. ഈ ഇരിക്കുന്ന ആളുകൾ, ഇപ്പോഴത്തെ പുതിയ തലമുറ നിങ്ങൾക്കറിയാലോ, നമ്മളെ പേരക്കുട്ടികളോ മക്കളൊക്കെ കാണുമ്പോൾ നമുക്കറിയുന്ന ഒരു എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റണില്ല. നമുക്കൊരു യുക്തി ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ, കണ്ട് പരിചയിച്ചതും എടുത്ത് ചെയ്തതും എക്സ്പീരിയൻസസ്, അനുഭവങ്ങൾ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും സ്വന്തം അവനവൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ഞാൻ ചുരുക്കി പറഞ്ഞത് 2002 മുതൽ ഞാൻ ഈ ഫീൽഡിലാണുള്ളത്. ട്രെയിനിങ് ഫീൽഡിലായിരുന്നു. അമ്മമാർക്ക് പേരൻറ്റിങ്ങും അഡോളസൻസ് കൗൺസിലിംഗ്, കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികൾക്കാണ് കൂടുതൽ ക്ലാസ് എടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് BEd ചെയ്തത്.
അത് കഴിഞ്ഞതിന് ശേഷം ഈ ക്ലാസ്സുകൾ എടുക്കാൻ നടക്കുമ്പോൾ തുടർച്ചയായിട്ട് ആളുകൾ കുട്ടികളെയും കൊണ്ട് എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി കൗൺസിലിങ്ങിന് വേണ്ടി. അതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ പോയിട്ട് സൈക്കോളജി എടുത്തിട്ട് ടീച്ചിങ് ഫീൽഡിൽ നിന്ന് പിന്നെ MA സൈക്കോളജിയിൽ PG ചെയ്തിട്ട് ഞാൻ കൗൺസിലിംഗ് രംഗത്തേക്ക് മാറിയ ഒരാളാണ്. അത് വലിയ വിപ്ലവകരമായ ഒരു മാറ്റമായിരുന്നു ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. ഇപ്പം നിങ്ങളെ കുട്ടികളെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുക. നമ്മൾക്ക് ജപ്പാനിലെ ഒരു സൂത്രവാക്യം, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളോട് നമ്മൾ പറയും, എന്താണ് ജീവിതത്തിന് അവിടുത്തെ ഒരു ആപ്തവാക്യത്തിന്, അവിടുത്തെ ആയുർദൈർഘ്യത്തിൻ്റെ രഹസ്യം 2 ദ്വീപുകളിലെ ജനങ്ങളെക്കുറിച്ച് ജപ്പാൻകാർ 2 ആളുകളായിട്ട് പഠനം നടത്തിയതാണ്. ഈ പഠന ബുക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇക്കിഗായി വേണം എന്നൊക്കെ പറയുന്നത്. ഇക്കിഗായി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണം. ഈ പ്രായത്തിൽ എന്തൊക്കെ ലക്ഷ്യം വെക്കുക? ഒരു വയോജന വകുപ്പാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു യൂണിവേഴ്സിറ്റി തരട്ടെ, 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രം അവിടെ പ്രവേശനം. എന്തൊക്കെ പഠിപ്പിക്കാം? നിങ്ങൾ പണ്ട് ഉണ്ടാക്കി വെച്ച എന്താ ലേഹങ്ങളോ കോഴിമരുന്നോ അല്ലെങ്കിൽ മരുന്ന് കോഴി ഇട്ട് വെക്കുമല്ലോ അല്ലേ? ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുക, അങ്ങനത്തെ കുറെ അപൂർവം. പിന്നെ പച്ചമരുന്നുകളെ കുറിച്ച് കുറെ അറിവുണ്ടാവും അല്ലേ? നല്ലൊരു ജലദോഷം വന്നാൽ എന്താ ചെയ്യുക? അപ്പൊ ഡോക്ടറെ അടുത്ത് കൊടുത്താൽ നമ്മളൊക്കെ പണ്ടൊക്കെ ഓടുമോ? ഇല്ല. നല്ലൊരു തുളസിൻ്റെ ഇലയിൽ കുറച്ച് ഇതൊക്കെ ഇട്ടിട്ട് ശർക്കര ഇട്ടിട്ട് കുറച്ചൊരു തുളസി കാപ്പി ഉണ്ടാക്കി കുടിക്കും അല്ലേ? അങ്ങനത്തെ ഒരുപാട് അപൂർവമായി കൃഷി രീതികൾ, ഏത് സമയത്ത് എന്തൊക്കെ വിത്ത് കുഴിച്ചിടണം, ചേന എപ്പം നടണം, ചേമ്പ് എപ്പം നടണം, പിന്നെ ചൂല എങ്ങനെ ഉണ്ടാക്കണം, അതൊക്കെ ഇക്കിഗായി തന്നെയാണ്. അതായത് നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ മാറ്റാൻ, പ്രത്യേകിച്ച് നമ്മൾ ആളുകളെടുത്ത് വിഷാദത്തിന് എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുക ആൾക്കാർക്ക്? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നല്ല എൻജോയ് ചെയ്ത് ചെയ്യുക. ഒരു ചൂല ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം നമ്മളൊക്കെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ? അപ്പം എന്താണ് അങ്ങനെ മെല്ലെ എടുക്കണം. പിന്നെ ചിലരുണ്ടാക്കിയ ചൂലുമ്പോൾ ഒരു ഓലക്കൊടിൻ്റെ ഒരു അംശവും കാണൂല, അത്ര മിനുസപ്പെട്ടിരിക്കും അല്ലേ? അതൊരു കലയാണ്. അപ്പം ഇങ്ങനെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണം. ഇങ്ങനെ ആരും മസിൽ പിടിച്ചൊന്നും ഇരിക്കരുത്. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾ, ചെറുപ്പക്കാരെ ഇപ്പം ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്താണെന്നറിയോ? ഒരുപാട് നമ്മളടുത്ത് വരുന്ന കേസുകളിൽ കാണുന്നുണ്ട്, നമ്മുടെ സ്വന്തം അനുഭവങ്ങളിലുണ്ട്. കാരണം ഇവർക്ക് നമ്മളെ 2 കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കുട്ടിക്കാലം വല്ലതോ ആണെന്ന് നമ്മളെ കുട്ടികൾക്ക് അതൊക്കെ എന്തെങ്കിലും താരതമ്യം ചെയ്യാൻ പറ്റുമോ? ഭയങ്കര സ്പീഡിലാണ് ലോകം ഓടുന്നത്. നമ്മളെ പേരക്കുട്ടികളൊക്കെ എന്താ പറയുക, ഈ അച്ഛമ്മക്ക് എന്താ പറ്റിയത്, ഒന്നും തിരിയില്ല. ഇടയ്ക്കൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, എൻ്റെ പേരക്കുട്ടികൾ ഈ ഉമ്മൻ്റെ ഒരു കാര്യം. ഞാൻ അവനോട് 6 വയസ്സായപ്പോൾ ഒരു ദിവസം, അവനിപ്പോൾ 12 വയസ്സായി, ഒരു 5-6 വർഷം മുന്നേ ഞാൻ അവനോട് പാട്ട് പാടാൻ പറഞ്ഞു. അപ്പൊ ഇവൻ പാടിത്തരാം. ഭീകരൻ കൊടും ഭീകരൻ വടിവാളിനാൽ തല കൊയ്യലും ഒരു ഹോബിയായി. അപ്പൊ ഇന്നിൽ അമ്മ അങ്ങനെ ഉണരുകയാണ്. ഞാൻ എൻ്റെ കുട്ടിക്കാലം ആലോചിച്ച്, എൻ്റെ പിതാവിന് ഒരു പതിവുണ്ടായിരുന്നു, ഒരു ജനറൽ നോളജിന് ഞങ്ങളൊരു നോട്ട് ബുക്ക് വെക്കണം. ഭക്ഷണമേശമ്മൽ ഇരുന്നാൽ ഒരു കവിത ചൊല്ലിക്കും, കവിതന്റെ 2 വരി ചൊല്ലിക്കൊടുക്കണം എല്ലാവരും. ഇങ്ങനെ കണ്ടു വളർന്ന, അപ്പൊ അത് നല്ല എന്താ പറയാ, ഏറ്റവും നല്ല കവിതകളാകണം, അതായത് മൂല്യങ്ങളുള്ള കവിതകളാകണം. ഇങ്ങനെയൊക്കെ കേട്ട് വളർന്ന ഞാനാണ് ഈ കേൾക്കണത്. ഭീകരൻ കൊടും ഭീകരൻ. അപ്പൊ എൻ്റെ മോളോട് ഞാൻ എന്തൊക്കെ കുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഞാൻ പഠിപ്പിച്ചോന്നല്ല അമ്മ, ഓന് യൂട്യൂബൊക്കെ നോക്കിയാണ് എങ്ങനെയും കാണുന്നുണ്ടാവുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികൾ ആദ്യമായിട്ട് ഞാൻ ഭയങ്കര വയലൻസുള്ളൊരു സിനിമ കണ്ടെങ്കിൽ ഓർക്കുന്നുണ്ടറിയില്ല, അങ്കമാലി ഡയറീസ്. എനിക്ക് തിയേറ്ററിൽ നിന്ന് വന്നിട്ട് എന്തൊക്കെയോ തലക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഈ കുട്ടികളോട് സംസാരിക്കണോണ്ട് ഈ കുട്ടികളുടെ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ചിലപ്പോൾ നമ്മൾ ഡോറാബുജി ഇരുന്ന് കാണും. കാരണം ചെറിയൊരു കുട്ടിനെ കൊണ്ടാ കൗൺസിലിങ്ങിന് വരണമെങ്കിൽ നമുക്ക് ആ ലോകം മനസ്സിലാവണം, എൻ്റെ ജോലിൻ്റെ കാര്യങ്ങൾ കൊണ്ട്. അങ്ങനെ പിന്നെ ഒരു ദിവസം ഇവൻ പറഞ്ഞു, നല്ലൊരു സിനിമ ഇറങ്ങിക്കണേ, എല്ലാവരെയും വിളിച്ച് വെറുപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പോയി കൊടുത്തു. ഏതാണ്? ആവേശം. ഇതിൽ എത്ര ആൾക്കാർ കണ്ടുകണെന്ന് അറിയില്ല. ഞങ്ങളിതൊക്കെ ഒന്ന് ഇട്ട് വെറുതെ യൂട്യൂബിൽ വെറുതെ ഇരിക്കുമ്പോൾ നോക്കി. അങ്ങോട്ട് കുട്ടികളെന്താ ചിരിക്കണം, ഓരോരുത്തർ കൈ വെക്കാൻ കണ്ടുകണ്. അതെന്താ കാര്യം? അതിനങ്ങട്ടെ കള്ള് കുടിച്ചിട്ടാണ് മറിയാണ്. എന്ത് ചെയ്തിട്ട്? ഹോസ്റ്റലിൽ കൊണ്ടുപോയാക്കിയിട്ട് രക്ഷിതാക്കൾ ഇങ്ങോട്ട് പോരുകയാണ്. എന്നിട്ട് കുട്ടികൾ ഹോസ്റ്റലിൽ കടന്നിട്ട് കുടിച്ചിട്ടൊക്കെ മറിഞ്ഞിട്ട് പിന്നെ ഒരു വാക്ക, മാതാപിതാക്കളെ മാപ്പ്. ഇതെന്താണ്? ഇനി അങ്ങോട്ട് പേ കൂത്ത് എന്ന് പറഞ്ഞിട്ട് കുറെ അതിൻ്റെ വരികൾ ശ്രദ്ധിച്ചോട്ടോ.
ഇങ്ങനെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഞാൻ ഇപ്പം രാവിലെ പത്രം എടുത്ത് തുറന്നു നോക്കിയപ്പോൾ പലപ്പോഴും ഈ നെഗറ്റീവ് വാർത്തകൾ, ഞങ്ങൾക്കൊക്കെ നിർബന്ധ ബുദ്ധിയായിരുന്നു. പിന്നെ എൻ്റെ വാപ്പ കവിത ചൊല്ലിപ്പിക്കും. ഈ ഭാഷാശേഷിക്ക് അദ്ദേഹത്തോടാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. ഇൻറ്റഗ്രിറ്റി, അതായത് സർവ്വം. ഞങ്ങൾ ബാലയെ അവതരിപ്പിക്കണമെങ്കിൽ ചിലപ്പോൾ എൻ്റെ ബ്രദേഴ്സ് ഉണ്ടാകും, അതിൽ നടന്മാരായിട്ട് അഭിനയിക്കാൻ, പള്ളിയിൽ കൊയറ് പാടാൻ എൻ്റെ ബ്രദേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ വളർന്ന ഒരു തലമുറ മൂല്യങ്ങൾ എങ്ങനെ പകർത്തണം എന്നുള്ളത് ഇന്നത്തെ നമ്മളൊരു വളരെ ദുരിതാവസ്ഥ. പല കേസുകളും കാണുമ്പോൾ ഇപ്പൊ 2012 ഞാൻ ഈ കൗൺസിലിംഗ് ഫീൽഡിൽ മുഴുവൻ സമയ കൗൺസിലറായിട്ട് ട്രെയിനിങ് ഒക്കെ നിർത്തിവെച്ച് എനിക്ക് ഇഷ്ടത്തിനുള്ള അങ്ങനത്തെ ക്ലാസ്സുകൾ മാത്രമേ ഇപ്പം ഞാൻ എടുക്കാൻ പോകാറുള്ളൂ. അങ്ങനെ അതും നിർബന്ധം സ്നേഹപൂർവ്വം എന്നെ തട്ടിക്കളയാൻ പറ്റാത്ത ആളുകൾ വിളിക്കുമ്പോൾ അപ്പൊ കൗൺസിലിംഗ് തിരക്കായപ്പോൾ അന്ന് വന്ന കേസും ഈ ഒരു 10-14 വർഷം കൊണ്ട് 13 വർഷം കൊണ്ട് ഉണ്ടായ മാറ്റങ്ങൾ നമ്മൾക്ക് ശരിക്കും നമ്മൾ റൂമിലിരിക്കുമ്പം സൊസൈറ്റിന്റെ പൾസ് എന്താണെന്ന് മനസ്സിലാകും. നമ്മളെ കാലത്തൊക്കെ ഏറിയ എന്താണ് ഉണ്ടാവുക? ഒരു പാവം പിടിച്ച മരുവള്, ഉഗ്രരൂപിയായിട്ടുള്ള ഭർത്താവിൻ്റെ വീട്ടുകാർ. ഇങ്ങനെ പാത്രമൊക്കെ കഴുകാൻ നമുക്ക് അറിയോ? ചിലപ്പോൾ വീട്ടിൽ നിന്ന് 10-16 വയസ്സ് വരെ കോളേജിലൊക്കെ സ്കൂളിലൊക്കെ പോയി കളിച്ച് ചിരിച്ച് കോളേജിലൊക്കെ പോയി ആ ചെറിയ പെൺകുട്ടികളാണല്ലോ കല്യാണം കഴിക്കുന്നത്. അപ്പം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കും. നമുക്ക് എന്തെങ്കിലും പണിയെടുത്താൽ നടക്കുമോ? കയ്യൊക്കെ അതുവരെ കഴുകിയ പാത്രം കാണാൻ വരച്ചിട്ടൊക്കെ അവിടെ വീഴുന്നു അല്ലേ? നമുക്കൊരാൾക്ക് നോക്കി നിന്നാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ? ഇന്ന് അതിൻ്റെ നേരെ തിരിച്ചാണ് കേസ് വരുന്നത്. അച്ഛനമ്മമാരൊന്നും ഒരു കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുന്നത് പോയിട്ട് എങ്ങനെങ്കിലും ഒരു പെണ്ണ് കെട്ടിക്കിട്ടട്ടെ, എങ്ങനെങ്കിലും പെൺകുട്ടികളൊന്ന് കല്യാണത്തിന് കിട്ടട്ടെ, ആൺകുട്ടികൾക്ക്. പെൺകുട്ടികളാണെങ്കിൽ എങ്ങനെങ്കിലും ഒന്ന് കല്യാണത്തിന് സമ്മതിക്കട്ടെ. ഇങ്ങനത്തെ പ്രാർത്ഥനയിലാണ് രക്ഷിതാക്കളുള്ളത്. അപ്പം വളരെ സബ്മിസീവായ, അതായത് കീഴൊതുങ്ങി കൊടുത്ത ഒരു പ്രായാധിക്യമുള്ള ആളുകളെയാണ് കാണുന്നത്. കേരളമൊക്കെ 2040 ഈ റിവേഴ്സ് മൈഗ്രേഷൻ, അതായത് യൂത്തൊക്കെ പുറത്തേക്ക് പഠിക്കാൻ പോവുകയും പ്രവാസം കൊണ്ടാണ് കേരളത്തിലെ നട്ടലൊക്കെ. ഈ പ്രവാസികളൊക്കെ പ്രായമായിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വളരെ അതിഭീകരമായ കാഴ്ചകൾ. അപ്പൊ ഈ ഒരു പരിപാടി ഇതിന്റെ സംഘാടകരോട് ആവശ്യപ്പെടാനുള്ളത് ഇവിടെ വെച്ച് നിർത്തരുത്. ഇതിന്റെ തുടർച്ചകൾ ഉണ്ടാവണം. തീർച്ചയായും വാർഡ് തലത്തിലും ഒക്കെ പ്രായമുള്ള ആളുകൾക്ക് പകൽ വീടുകൾ, അവരെ അഭിരുചിക്കനുസരിച്ച് ജീവിക്കാനുള്ള ഇത്, അതായത് ഒരു എന്താ പറയാ ഡെവലപ്മെന്റൽ സൈക്കോളജി, മനുഷ്യന്റെ വളർച്ചാ ഘട്ടങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് എറിക്സൺ എന്നൊരു സോഷ്യോളജിസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട്, നല്ല രീതിയിൽ ജീവിതം യുവത്വത്തിൽ ജീവിച്ച ഒരാൾക്കാണ് വാർദ്ധക്യത്തില് മരണത്തെ പ്രതീക്ഷകളോടെ കാക്ഷിക്കാൻ കഴിയുക. നിങ്ങൾ കേട്ടിട്ടില്ലേ ചില ആളുകളൊക്കെ പറയണം, ഗുരുവായൂരപ്പ നീ അങ്ങോട്ട് പോയാ മതി, പഠിച്ചവനെ ഈമാനോടുകൂടി മരിപ്പിക്കണേ, കർത്താവേ നിന്നിൽ വിലയം പ്രാപിച്ചാൽ. ഇത് പറയണമെങ്കിൽ സംതൃപ്തിയോടെ, കാരണം നമ്മൾ നട്ട് നരച്ച മരങ്ങളൊക്കെ ഫലവൃക്ഷം പോയി, ഫലങ്ങൾ തരാറായി, കുടിച്ചു മറിഞ്ഞു വരാത്ത മക്കളും ഉത്തരവാദിത്വ ബോധമുള്ള മക്കളും അധ്വാനികളും നമ്മൾക്ക് താങ്ങും തണലും, നമ്മൾക്ക് ആ തല ചായ്ക്കാം ആ തോളിലിനി എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ശുഭപ്രതീക്ഷകളോടെ മരണം പ്രതീക്ഷിച്ച് കഴിയാവുന്ന ഒരു വാർദ്ധക്യം, അതിനല്ലേ സത്യത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇതാലോചിക്കുമ്പോൾ വളരെ എന്താ പറയുക അവഗണിക്കപ്പെടുന്ന വാർദ്ധക്യം. അതുപോലെ പിന്നെ ഇവരെ ഒരു എന്താ പറയുക, നിങ്ങൾ കുട്ടികളോട്, പ്രായമുള്ള ആളുകളോട് പ്രത്യേകം പറയും, നമ്മൾ പേരക്കുട്ടികളോടും കുട്ടികളോടൊക്കെ പലപ്പോഴും എൻ്റെ കൗൺസിലിംഗ് റൂമിൽ ഇവർ തമ്മിലുള്ള അടി തീർക്കാൻ കൊണ്ടുവരും. ഒരു 4-5 വർഷം മുന്നേ വന്നൊരു കേസായിരുന്നു. ഒരു കുട്ടി അച്ഛമ്മനെ പ്ലേറ്റ് കൊണ്ട് എറിഞ്ഞോന്ന് അച്ഛമ്മ ആരോപിക്കാം, ഇവൾക്ക് അല്ലെങ്കിൽ എന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാ, ഇവൾ എറിഞ്ഞ തന്നെയാണ്. കുട്ടി ശടിച്ച് പറയും, ഞാൻ ആ പ്ലേറ്റ് അങ്ങനെ ഇട്ടപ്പോൾ കാലിൻ്റെ ബാക്കിലാണ് കൊണ്ടത്. അപ്പൊ അച്ഛമ്മ കാണിച്ചത് അതാ മുറി, മക്കള് പേരൻസ് ഉണ്ട്, കുട്ടിന്റെ പേരൻസ് ഉണ്ട്, ഈ അച്ഛനും അച്ഛമ്മയും അവര് ഭാര്യയും ഭർത്താവും എല്ലാവരും ഉണ്ട്. അപ്പൊ അതൊരു വലിയ കുടുംബ പ്രശ്നമായി മാറിയിരിക്കണം. എന്താണ് പ്രായമുള്ളവരെ അടിക്കുക, എറിയുക, മുറിയാക്കുക, ഇങ്ങനത്തെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ കുട്ടികൾ എന്താന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ എല്ലാവരും ഒന്ന് പുറത്തിറങ്ങിയിരിക്കും, ഞാൻ ഇവളോട് കുറച്ച് കളിങ്കിരിയൊക്കെ പറഞ്ഞ് ഒന്ന് ഓക്കെ ആക്കി മോളോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. അപ്പൊ മോളോട് ഞാൻ ചോദിച്ചു, എറിഞ്ഞിക്കണോ? ആ അല്ല മോളെ, നീ എറിഞ്ഞത് തന്നെയല്ലേ? അങ്ങനെ ചോദിച്ചത്. ആ എറിഞ്ഞത് തന്നെയാണ്. എന്തത്ര വലിയ ദേഷ്യം അതോ? ഈ വരുന്നവരോടും പോണവരോടും അയൽവാസികളോടൊക്കെ 13 വയസ്സുള്ള കുട്ടിയാണ്, എല്ലാരോടും പറയും. ഒരു മണി എടുക്കൂല, മൊബൈൽ തോണ്ടിരിക്കുക,
അവൾക്ക് മേക്കപ്പ് ചെയ്യാൻ വേണം 2 മണിക്കൂർ. ഇങ്ങനെ എൻ്റെ കുറ്റം പറയുന്ന പണിയാണ് അച്ഛമ്മക്ക്. എനിക്ക് ദേഷ്യമാണ് അച്ഛമ്മൻ. അപ്പം എനിക്ക് ദേഷ്യം വന്നപ്പോൾ ചെയ്തതാ. പക്ഷേ ഞാൻ എറിഞ്ഞതാന്ന് പറഞ്ഞാൽ എന്നെ കൊന്നു കളയുന്ന അച്ഛന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല. മാം ആരോട് പറയണ്ട കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ ആരോടും പറയില്ല, ഇനി ഇമാതിരിയൊന്നും ചെയ്യരുത്. പിന്നെ എല്ലാവരും കൂടി ഇരുത്തിയിട്ട് കുറച്ച് പ്രായമായാൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളും നമ്മളും കുറച്ച് പാലിക്കണമല്ലോ. കാരണം ഇവർ ഈ ജനറേഷന് നമുക്ക് മനസ്സിലാവണില്ല, ഒട്ടും നമുക്ക് അറിയാനേ പറ്റുന്നില്ല ഈ ജനറേഷൻ്റെ ഒരു കാര്യം എന്താന്നുള്ളത്. അതിലൊരു ഭയങ്കര പ്രയാസമുണ്ട് നമ്മൾക്ക് അല്ലേ സത്യത്തിൽ. അപ്പം നമ്മളെ കുറിച്ചൊന്ന് ഇരുന്ന് ചിന്തിക്കുക. നമ്മൾ മാറിയ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പിന്നെ അതായത് തലമുറ വിടവ്, ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയും, അത് വളരെ അധികം കൂടിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു ഇക്കിഗായി നമ്മൾ സ്വയം കണ്ടെത്തുക. ആരും അത് കൊണ്ടുവന്നില്ല. അപ്പൊ ഒരു രാജാവ് 2 മക്കളെ എന്തിനു വിട്ടു? അയൽരാജ്യം സന്ദർശിക്കാൻ വിട്ടു. എന്നിട്ട് എന്താ കണ്ടുവന്നത് എന്ന് 2 മക്കളോട് ചോദിച്ചു. ഒരു മകൻ പറഞ്ഞു, ഓ എന്തൊരു അവിടുത്തെ പരിഷ്കാരങ്ങളൊക്കെ സ്വന്തം നാട്ടിൽ കൊണ്ടുവരാനാണ്. അപ്പൊ ഒരു മകൻ പറഞ്ഞു, എന്തൊരു പരിഷ്കാരികളാണ്, നല്ല വൃത്തിയുള്ള തെരുവുകൾ, നിറച്ചു കുളങ്ങളുണ്ട്, കുട്ടികൾ ഓടിച്ചാടി കളിക്കുന്ന ആരോഗ്യവന്മാരായ ആർത്തുല്ലസിച്ച് കളിക്കുന്ന കുട്ടികൾ, കുളത്തിൽ അരയന്നങ്ങൾ, എല്ലായിടത്തും അവർക്ക് വേണ്ടിയിട്ട് വെള്ളം കുടിക്കാൻ, പക്ഷിമൃഗാദികൾക്കൊക്കെ വെള്ളം കുടിക്കാൻ ജലാശയങ്ങളുണ്ട്. അതിൽ ചാടി തിമിർത്ത് ആഹ്ലാദപൂർവ്വം ജീവിക്കുന്ന മനുഷ്യരും ജീവികളും ഒക്കെ അടങ്ങിയ സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യമാണ് നമ്മളെ അയൽ രാജ്യം. മറ്റേ മകൻ പറഞ്ഞു, കർഷകർ കൃഷി ജോലി ചെയ്ത് ഒരുപാട് കൃഷി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഈ മകൻ. മറ്റേ മകൻ പറഞ്ഞു, അച്ഛ ഒരു വൃത്തിയില്ലാത്ത നാട്, അർദ്ധനഗ്നരായ ആളുകളുണ്ട്, പാടത്തും പറമ്പിലൊക്കെ ഒരു വൃത്തി ഇല്ലാതെ ചേറിലും ഇതിലൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കും. കുട്ടികളുണ്ട് അങ്ങനെ ഒരു ഇതില്ലാതെ ഓടിച്ചാടി അങ്ങനെ മുറ്റത്ത് കൂടെ ചളിയിലൊക്കെ കളിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് വെള്ളക്കെട്ടുകൾ അവിടെയൊക്കെ ഉണ്ട്. താറാവുകൾ ഇങ്ങനെ ചളിയിൽ കളിച്ചിട്ട് എന്താ പറയാ, ആകെ വൃത്തികെട്ടൊരു അന്തരീക്ഷമാണ്. സംഭവം എന്താ? 2 പേരെയും കാഴ്ചപ്പാടുകളാണ് വ്യത്യാസം. ഒരാളെ എല്ലാത്തിനും പോസിറ്റീവായിട്ട് കണ്ടു, മറ്റേ ആളെല്ലാത്തിനും നെഗറ്റീവായിട്ടും കണ്ടു. അപ്പൊ നമ്മളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മോനെ ഈ പാട്ടൊക്കെ പാടി തന്നപ്പോഴേ പിന്നെ എൻ്റെ ഓരോടുങ്ങൾ ചെറിയ കുട്ടികളോട് സംസാരിക്കണം കേട്ടോ, എന്നാലേ നമ്മൾക്ക് ഇപ്പോഴത്തെ ഒരു മാറ്റം അറിയാൻ കഴിയുള്ളൂ. അപ്പൊ ഞാൻ ഇടക്ക് പാടിക്കൊടുക്കും, അല്ലെങ്കിൽ കവിതകൾ ചൊല്ലിക്കൊടുക്കും. ഇതൊക്കെ നമ്മൾക്ക് നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചതാ അല്ലേ? ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പൂമ്പാറ്റകളെ പോലെയല്ല. പൊങ്ങി നോക്കമ്മേ എന്തൊരു ഭംഗി. ഒരു കുട്ടിനെ തിരുത്താണ് ഇത് മനോഹരമായ തള്ളയും കുട്ടിയും, അമ്മയും കുട്ടിയും, അമ്മയും കുഞ്ഞും തള്ളയും കുട്ടിയും. കുമാരനാശാൻ അമ്മയും കുഞ്ഞും കുമാരനാശാന്റെ വരികളാണ്. അതായത് പൂക്കളല്ലേന്ന് കുട്ടി തെറ്റിദ്ധരിക്കുമ്പം എന്ത് മാൾകളില് നമ്മൾക്ക് കൈകാലുകളല്ലേ ഉണ്ണി തന്നത് നടക്കാന്, നമുക്ക് എനിക്കും പറക്കണം കുട്ടി പറയാ. അപ്പൊ പറക്കാൻ നമുക്ക് ചിറകുകളല്ലല്ലോ തന്നത്. എന്ത് രസമുള്ള കവിതകൾ. ഇത് കുട്ടികൾ ഇങ്ങനെ എത്ര റീൽസ് കണ്ടവിടെ ഇരുന്നോട്ടെ, ഇടക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇടപെടുക, ഇഷ്ടമുള്ള വർത്താനങ്ങൾ പറയാം അവരോട്. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയും, ചില സ്ഥലത്ത് നാട്ടിലൊക്കെ ചെന്നാ പറയും, എഴുതി വെച്ചേക്കും ഇവിടുത്തെ കല്യാണ മുടക്കികളെ ശരിയാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ആൾക്കാർക്ക് എന്തിന്റെ കേടാ? നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്. ചെറുപ്പത്തിൽ നല്ല ജീവിതം ജീവിക്കാത്ത ആളുകളാണ് ഈ പീഡിയക്കൊലൈമലൊക്കെ ഇരുന്നിട്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ തിയറി ഉണ്ടല്ലോ, മുഴുവൻ പറയാൻ എനിക്ക് സമയമില്ല. അതിൽ എറിക്സൺ തുടങ്ങണ തന്നെ യുവത്വം ആരോഗ്യപൂർവ്വം ജീവിക്കുകയും, അതായത് സമാധാനത്തിൽ ജീവിക്കണം കഴിയുന്ന ആളുകൾക്കാണ് വാർദ്ധക്യത്തിൽ മരണത്തെ കാക്ഷിക്കാൻ കഴിയുക. ആദ്യം കുഞ്ഞമ്മയാണ് വിശ്വസിക്കേണ്ടത്. അതായത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പോരുകയാണ് അതിന്റെ സ്റ്റെപ്പുകൾ. അപ്പൊ അദ്ദേഹം തികച്ചും പറയുന്നുണ്ട്, പിന്നെ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, അങ്ങനെ 8 ഘട്ടങ്ങളിലൂടെ ജനനം മുതൽ മരണം വരെ ഒരാൾ കടന്നു പോകുന്നുണ്ട് എന്നാണ് തിയറോളജിസ്റ്റ് പറയുന്നത്. ആ തിയറി എറിക്സന്റെ തിയറി 74 75 ഉള്ളതാണത്. പക്ഷെ ഫ്രോയിഡ് സൈക്കോളജിന്റെ പിതാവാണ്.
സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹമാണ് ഈ മനസ്സ് എന്ന് പറഞ്ഞ പ്രതിഭാസം, മനസ്സിന്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒക്കെ നിയമപ്രകാരം നിർവചന പ്രകാരം എന്താണ്, പനിയും തലവേദനയും ജലദോഷവും ഇല്ലാത്ത ശരീരം മാത്രമല്ല, ഇവിടെ ഇരിക്കുകയാണെങ്കിലും അടുക്കളയിൽ നമ്മൾ ചായയും ചോറും വെക്കുകയാണെങ്കിലും രാത്രി കിടന്നുറങ്ങുകയാണെങ്കിലും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആളുകളോട് സംസാരിക്കുകയാണെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും ഒക്കെ നമ്മൾക്ക് വെൽബീയിങ്, സമാധാനത്തിൽ സന്തോഷത്തിൽ അത് ചെയ്യാൻ കഴിയണം. അപ്പൊ അതിന് വേണ്ട നടപടിക്രമങ്ങളാണ്. അതായത് എറിക്സൺ തിയറി വന്നപ്പോൾ എറിക്സൺ പറയുന്നത് മനുഷ്യൻ ജനനം മുതൽ മരണം വരെ 8 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. അതിൽ ആദ്യത്തെ ഘട്ടമാണ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. കുഞ്ഞ് അമ്മയെയാണ് വിശ്വസിക്കേണ്ടത്. അമ്മയെ വിശ്വസിച്ച ഒരു കുഞ്ഞിന് മാത്രമേ ലോകത്തെ മുഴുവനും വിശ്വസിക്കാനും സ്വയം വിശ്വാസമുള്ളവനും ആവാൻ പറ്റൂ. എങ്ങനെ കുഞ്ഞ് അമ്മയെ വിശ്വസിക്കുക? നിങ്ങൾ അമ്മമാരൊന്ന് പറയും, എങ്ങനെ കുട്ടികൾ പ്രസവിച്ച കുട്ടികൾ എങ്ങനെ കിടക്കുക? നിങ്ങൾ അടക്കട്ടെ, അച്ഛന്മാർ പറയട്ടെ. പ്രസവിച്ചെടുത്ത് ഞാൻ അങ്ങോട്ടൊന്നും കയറൂല, അങ്ങനെയൊക്കെയുള്ള നിലപാടുകാരൊക്കെ ഉണ്ടാവും. എങ്ങനെ പ്രസവിച്ച കുട്ടികൾ കിടക്കുക? നിങ്ങൾ കാണിച്ചു കൊടുക്കരുത്. ചെറിയ കുട്ടികൾ എങ്ങനെ കിടക്കുക? എന്ന് ഉഷാറായിട്ടുള്ള കുട്ടികളുണ്ട് ഇവിടെ. ഞങ്ങളായി പ്രസവിച്ചെടുത്തൊക്കെ നോക്കുക, നമ്മളെ ആളുകൾ നിലയിലുള്ള വില പോയില്ലേ അല്ലേ? എങ്ങനെ കിടക്കുക? 2 3 ഉണ്ടായിട്ട് എങ്ങനെയൊന്നും അറിഞ്ഞിട്ടില്ല. അച്ഛനൊക്കെ ഇങ്ങനെ ഇടക്കിടക്കൊക്കെ രാത്രി കേട്ടു, അങ്ങനെ അപ്പുറം കൊണ്ടുപോയി കിടത്തി. അവിടെ ഒരു പ്രസംഗകൻ പറയാം, നിങ്ങളെ ഭാര്യയെ കേൾക്ക് ചെവിയിൽ വിളിക്കാൻ മാത്രം ഒരു പേര് വേണം. അപ്പൊ ഇദ്ദേഹം ആലോചിക്കാം, ഞാൻ ഇപ്പൊ എന്താ വിളിക്കല്? പോത്തെ, ഉരിപ്പേ, ഒരു ചായ എടുക്കല്. ആരാണെങ്കിലും അങ്ങനെയൊക്കെ വിളിച്ചാലേ ശരിയാവുള്ളൂ. അപ്പൊ അതിന് അതായത് ഊഷ്മളത, കുടുംബത്തിനകത്തെ ഊഷ്മളത പുരുഷന്മാർക്കാണ് ഉണ്ടാക്കാൻ കഴിയുക. ഇപ്പം രണ്ടും ഉണ്ട് പറയാറ്. കാരണം പുരുഷനാണ് പുറത്തു പോയി വരുന്നത്, നമ്മളാണ് വീട്ടിലിരുന്ന് അടുക്കള ജോലി, കുട്ടികളെ വളർത്തുക. ഇപ്പം അവസ്ഥകളൊക്കെ മാറി. കാരണം സ്ത്രീയും പുരുഷനും ജോലിക്ക് പോകാൻ തുടങ്ങിയതോടുകൂടി ഈ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ചിലപ്പം ഞങ്ങളുടെ അടുത്തുനിന്ന് പോയിക്കണോന്ന് സംശയം. കാരണം ഞങ്ങൾക്ക് ക്വാളിറ്റി ടൈമില്ല. ഇനി ഞങ്ങൾ എന്തിനാ ജോലിക്ക് ഇറങ്ങിയത്? 10 ഉറുപ്പ്യ ഞങ്ങളോട് ഇങ്ങനെ കയ്യും കാലും പിടിക്കണ്ടേ? ഒരു 10 ഉറുപ്പ്യ എന്തെങ്കിലും കിട്ടാനുള്ള ഒരു ഇടങ്ങേറ് അല്ലേ? ഞമ്മക്കൊരു 10 ഉറുപ്പ്യ വരുമാനം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇവിടെ എത്ര ആൾക്കാരുണ്ട്? ആശാവർക്കന്മാരും മറ്റവരൊക്കെ ഉണ്ടല്ലോ അല്ലേ? ജോലി ചെയ്യുന്ന ആൾക്കാരൊന്ന് കൈവക്കിക്കാൻ. എല്ലാവരും ജോലി ചെയ്യണോലല്ലേ? ഏറെക്കുറെ എല്ലാവരും ജോലി എന്തെങ്കിലും ചെയ്യണോലല്ലേ? ഒരു അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു ചൂലുണ്ടാക്കി കൊടുത്താൽ 10 ഉറുപ്പ്യ കിട്ടൂലേ? എല്ലാ ജോലിയും മഹത്തരാണ് കേട്ടോ. നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കണ്ടാവും ഈ ജോലി. ഇപ്പൊ ഞാനിവിടെ പറയാൻ പോണത് വലിയൊരു ജോലി, നമ്മളതൊക്കെ എന്തോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും മനോഹരമാണ്. നമ്മളെവിടെയാണ് ഈ വൈറ്റ് കോളർ സിസ്റ്റം, ഏറ്റവും അടിസ്ഥാന ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ലോകം നിലനിർത്തുന്നത്. ഒരു കർഷകരില്ലായിരുന്നെങ്കിൽ എന്താ അവസ്ഥ? എവിടുന്നാ ഭക്ഷണം കിട്ടുക? വായു വിഴുങ്ങിട്ട് ജീവിക്കാൻ കഴിയും മക്കളെ? ഇല്ല. ആ കർഷകരുള്ളതുകൊണ്ടാണ് അല്ലേ? അതാണ് കർഷകന്റെ ആത്മഹത്യാ കുറിപ്പ് അല്ലേ? ഇനി എന്റെ അത് പറയാൻ ശ്രമിക്കും. മുരുകൻ കാട്ടാക്കടന്റെ അത് കേട്ടില്ലേ? കർഷകന് നഷ്ടം വന്നിട്ട് ഇത് പാടമല്ലെന്റെ ഹൃദയമാണ് അങ്ങനെ പറഞ്ഞിട്ട് ഒരു കർഷകന്റെ ആത്മഹത്യാ കുറിപ്പ് എന്ന് പറഞ്ഞൊരു കവിത എല്ലാരും ഒന്ന് നോക്കണം കേട്ടോ. അതിന് നല്ല നല്ല ഇനി എന്റെ ജീവൻ എടുത്തുകൊള്ളുക, ഇനി എന്റെ അങ്ങനെ അങ്ങനെ കുറേ വരികളുണ്ടായിരുന്നു, നല്ല രസമുള്ള. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ പാടൂലേ ബാക്കി? നാവിന്നെപ്പോഴും പിരിയാതെ ഇരിക്കണം, നമ്മുടെ നരജന്മം സഫലമായി തീരുവാൻ. ആക്കി എന്നും അമ്പലത്തിൽ നിന്ന് കേൾക്കുന്നില്ലേ? ഇന്നലെയോളമെന്തെന്നറിഞ്ഞീല, ഇനി നാളെയുമെന്തെന്നറിഞ്ഞീല, ഇന്നീ കണ്ട തടിക്കൂ വിനാശവും, ഇനിയും അങ്ങേതും അറിഞ്ഞില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ നടക്കുന്നതും മാളിക കോളിലേറിയ മന്നന്റെ തോളിൽ മാറാവുന്നതും കൃഷ്ണ കൃഷ്ണ മുകുന്ദ ഹരേ ഹര
കൃഷ്ണ കൃഷ്ണ ജനാർദ്ദന ഹരേ ഹര. കേട്ടിട്ടില്ലേ? ജ്ഞാനപ്പാന ലീല പാടി ഉദാഹരണത്തിന്റെ ജ്ഞാനപ്പാന കണ്ടാലറിയുന്നു ചിലരിതു, കൊണ്ടാലൊട്ടറിയില്ല ചിലര്. കൊണ്ടാലൊട്ടുമേ അറിയില്ല ചിലർക്ക്, കണ്ടാൽ തന്നെ മനസ്സിലാകും കാര്യങ്ങൾ. ചിലർക്ക് കൊണ്ടാലും പഠിക്കൂല. എന്ത് ഫിലോസഫിക്കൽ തോട്ട്സ്, ഭയങ്കര തത്വചിന്താപരമായ വരികളാണ്. അപ്പം പ്രായമുള്ള ആളുകൾ കുറച്ചുകൂടി നമ്മൾക്ക് ലേശം ചേഞ്ച് ഒക്കെ വരുത്താം. പങ്കാളികൾ, ജീവിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നന്നായി ജീവിതം എൻജോയ് ചെയ്യാം. നിങ്ങൾ ഒരുപാട് വർഷം, നിങ്ങളെ ക്വാളിറ്റി ഒന്നും എവിടെയും പോയിട്ടില്ല. നമ്മൾക്ക് പ്രായം അയക്കണമെന്നുള്ളൂ. നമ്മളെ മനസ്സ് ചലിക്കുന്നിടത്ത് ഒരു പക്ഷേ നമ്മളെ ശരീരം ചലിക്കണില്ല. പക്ഷെ അത് വിചാരിച്ച് നമ്മൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? അതായത് നമ്മളെ ക്വാളിറ്റി, നമ്മൾ മനുഷ്യൻ എന്നുള്ള നിലക്ക് ഏതൊരു ഉറുമ്പിനെ പോലും വെറുതെ വിട്ടിട്ടില്ല. ഒരു ഉറുമ്പിനെ പോലും വെറുതെ വിട്ടിട്ടില്ല. അവിടെയാണ് ജപ്പാന്റെ ഈ ഒരു ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം കണ്ടെത്തുക എന്നുള്ളത്. വാബി സാബി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളായിട്ട് അംഗീകരിക്കുക. നമ്മളായിട്ട് അംഗീകരിക്കുക. അതായത് നമ്മൾ കുറവുകളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. ആരാ പൂർണ്ണത ഉള്ളവരുള്ളത്? ആരുമില്ല. നിങ്ങൾക്ക് ഞാനൊരു ടെക്നിക്ക് തരികയാണ്. ഇപ്പം എല്ലാവരും നിങ്ങളെ മനസ്സിൽ ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടെന്ന് ആലോചിക്കുക. അത് ക്ലാസ്സിന്റെ മുന്നേ ചെയ്യിപ്പിക്കേണ്ട ഒരു ടെക്നിക്കായിരുന്നു. അപ്പൊ എല്ലാവരും അതൊക്കെ ഒന്ന് എടുത്ത് അവിടെ പുറത്തേക്ക് ഒന്നായിട്ട് കളയും. ഒന്ന് കളഞ്ഞു നോക്ക്. ഇവിടെ നിന്ന് എടുത്തിട്ട് എല്ലാവരും ചെയ്യത് ഇതാ, അങ്ങനെ ഊതിയിട്ടാണ് പോട്ടെ. ടെൻഷനൊക്കെ ആണ് പോട്ടെ. എന്തൊക്കെ സ്ട്രെസ്സാ ഉള്ളത്? കുറെ ടെൻഷനൊന്നും ഇല്ലാതെ ഒരു നാണയത്തിന് 2 വശ. ടെൻഷനൊന്നും ഇല്ലാത്ത ജീവിതം ഉണ്ടാവുമോ മക്കളെ? ഇല്ലേ? അതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. എന്നിട്ട് പഴയ കാലത്തേക്ക്, കല്യാണം കഴിഞ്ഞ ആ കാലത്തേക്ക് ഒന്ന് ആലോചിച്ചു നോക്കി. കണ്ണും ആവുന്ന ഒരാള്. അപ്പോഴാണ് അടുത്ത പാട്ട്. കണ്ണും കൈമാറും അനുരാഗമേ അപ്പൊ 2 ആളും കൂടി ഇവിടെ കുട്ടികളില്ലാതെ പോയി. കുട്ടികളുള്ള സദസ്സെന്നാണ് നമ്മൾ പറയാം. അച്ഛനും അമ്മയും തെറ്റി ഇങ്ങനെ നിൽക്കുമ്പോഴേ ഒന്ന് പോയി ചോദിക്കുക. എന്ത് ചോദിക്കുക? അച്ഛാ എപ്പോഴാണ് അമ്മനെ ആദ്യമായിട്ട് കണ്ടത്? ഓളവിടെ സ്കൂളിൽ നിന്ന് അപ്പൊ രാവിലത്തെ തല്ലൊക്കെ മറന്നു. അപ്പൊ കുട്ടികളറിയാം അച്ഛൻ്റെ അടുത്തേക്ക് പിന്നെയും പോകാം, അമ്മന്റെ അടുത്തേക്ക് രാവിലെ പോയിക്കൂടാ. കൊട്ടക്കൈ കൊണ്ടോ ചാട്ടകം കൊണ്ടോ ഒക്കെ ഒരു കൊട്ടാണ് കിട്ടുമെന്ന് അല്ലേ? അച്ഛന്മാര് പറയാ ഓള് സ്കൂളിലേക്ക് പോവുകയില്ലേ, അല്ലെങ്കിൽ അവിടെ ബസ് കാത്തിക്കുകയില്ലേ. അപ്പോഴാ പറഞ്ഞതാ അതാണ് എനിക്ക് കെട്ടാൻ പോണ പെണ്ണ് തന്നെ വൈബന്ന് കാണിച്ചെന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് കണ്ടത്. കല്ലും കുത്തൊക്കെ അവിടെ നിൽക്കും, ഹൃദയം തരളിതമാവും. അപ്പൊ എൻജോയ് ചെയ്യണത് എന്താ ജീവിതം? ഇവിടെ കുറെ ആളുകളെ വിചാരം ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ സെക്സ് ഒന്നും പാടില്ല, ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് കിടക്കരുത്, അതൊക്കെ കുട്ടികളൊക്കെ കാണുന്നു. നമ്മൾ തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങളും ഇതൊക്കെ കണ്ടിട്ടല്ലേ നാളത്തെ കുട്ടികൾ. ഇനിയിപ്പോ ഉറപ്പാണ് ഇന്ന് പോയിട്ട് ഒന്ന് ചാടാനും മുട്ടാനൊക്കെ പോയാ കുട്ടികൾ ഇന്ന് ഡോസ് കിട്ടിക്കണം അവിടുന്നില്ലേ, ഇതിലെ ഉറപ്പിക്കും. അപ്പൊ മെല്ലെ ജീവിതത്തിൽ ഒരു മാറ്റമൊക്കെ കൊണ്ടുവരിക. പങ്കാളികൾ മരണപ്പെട്ടു പോയ ആളുകൾ നിങ്ങൾ സമാധാനപ്പെടുക. കാരണം നിങ്ങൾക്ക് ഇത്രയായിരുന്നു പങ്കാളികളുടെ കൂടെയുള്ള ജീവിതം ദൈവം വിധിച്ചത്. അതിന് ആശ്വസിക്കുക, സമാധാനപ്പെടുക. പിന്നെ നമ്മൾക്ക് ഏറ്റവും ചെയ്യാൻ പറ്റിയ എന്താണ്? ഫെയ്ത്ത്, വിശ്വാസം. എല്ലാ വിശ്വാസവും വലുതാണ്. മതങ്ങൾ തമ്മിൽ തല്ലാനല്ല വിശ്വാസം ഉള്ളത്. മതങ്ങൾ തമ്മിൽ ഹാർമണി, സൗഹാർദ്ദങ്ങൾ പങ്കിടാനാണ് സത്യത്തിൽ നമ്മൾ ശീലിക്കേണ്ടതും നമ്മളെ കുട്ടികളെ ശീലിപ്പിക്കേണ്ടതും അല്ലേ? ഏത് മതങ്ങളാണ് പിന്നെ ദേഷ്യം പറയുന്നത്? തന്നെ പോലെ തൻ്റെ അയൽവാസിയെ സ്നേഹിക്കുക. അതാരാ പറഞ്ഞത്? യേശു ക്രിസ്തു. പിന്നെ എന്തായിരുന്നു ഗീതോപദേശം? എന്താണ്? നിങ്ങൾ ആരെങ്കിലും പറയും. അർജുനൻ വില്ല് കൊലക്കാന് മടിച്ചു നിൽക്കുകയാണ് അല്ലേ? അപ്പോഴെന്താണ് ഗീതോപദേശം ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കൊടുക്കുകയാണ്. നീ നിന്റെ ബന്ധുജനങ്ങളെ അല്ല അപ്പുറത്ത് കാണുന്നത്, അധർമ്മത്തിനെതിരെയുള്ള ആളുകളെയാണ് കാണുന്നത്. അച്ഛന്റെ ജ്യേഷ്ഠ സഹോദരൻ, ഈ സഹോദര പുത്രന്മാരെയൊക്കെ കാണുകയാണ് അർജുനൻ അമ്പ ചെയ്യാൻ നിൽക്കുമ്പോ. അപ്പം മടിച്ചു നിൽക്കുകയാണ്, എങ്ങനെ എൻ്റെ ബന്ധുക്കൾക്കെതിരെ എന്നുള്ളത്. അപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയാണ്,
അധർമ്മകാരികളെയാണ് നശിപ്പിക്കുന്നത്. അല്ലാതെ നീ ബന്ധുജനങ്ങൾക്കെതിരെയല്ല, അധർമ്മത്തിനെതിരെയാണ് യുദ്ധം. അതാണ് ഗീതോപദേശം. ഇനി അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറഞ്ഞുണ്ണുന്നവൻ നമ്മിൽ പെട്ടവനല്ല. ആരാണ് പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രൊഫറ്റ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതായത് അയൽവാസി ഹൈന്ദവനാണോ, ക്രൈസ്തവനാണോ, മജൂസി അഗ്നി ആരാധകനാണോ, ജൂതനാണോ, അതൊന്നും നോക്കാൻ പറഞ്ഞിട്ടില്ല. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഇപ്പുറത്ത് ചോറും നെയ്ച്ചോറും കോഴിക്കറിയൊക്കെ വെച്ച് തിന്നണോന് ദീനിലേ പെട്ടവനല്ല, ഓന് പുറത്തായി ദീനിന്ന്. ഏത് മതങ്ങളാണ് അപ്പം? ഏതും പറഞ്ഞിട്ടില്ല. ഏത് നിങ്ങൾ എന്തേ ഭയങ്കര മസിൽ പിടിച്ചിരിക്കുന്നുണ്ടോ? ഇനി എനിക്ക് കഥ പറഞ്ഞുതരാം. നിങ്ങൾ നല്ല വിറ്റുകളൊക്കെ കാണലുണ്ടോ? തമാശയൊക്കെ കാണോ? യൂട്യൂബിലൊക്കെ എടുത്തു തരുമോ മക്കള്? ഒക്കെ പഠിക്കണം അത്യാവശ്യം കേട്ടോ. ലിറ്ററസി, സാക്ഷരത എന്ന് പറഞ്ഞത് ഇപ്പം ഡിജിറ്റൽ ലിറ്ററസി കൂടിയാണ്. അതായത് കുറച്ച് കുട്ടികളൊക്കെ നമ്മളെ ക്ലാസ്സൊക്കെ കേൾക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഇനി ഇവർക്കുള്ളത് എന്തെങ്കിലുമൊക്കെ പറയണം അല്ലേ? ഇവരെ സമാധാനപ്പെടുത്തി. നമ്മളെ ലോകത്തേ അല്ല, അവര് വേറെ ഒരു ലോകത്താണ് ജീവിക്കണം, വളരണം. അപ്പൊ ഏതായാലും ജാനി തമാശ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല രസമുള്ള കുറെ വിറ്റുകളാണ്. ഒരു ജാനിയെടുത്തി, ഒരു കാണാനായിട്ടാണ്. കണ്ടുകള്. അപ്പൊ ജാനിയെടുത്തിന്റെ തമാശ ഇത് നോക്ക്. കാണാനായിട്ടുണ്ടല്ലോ, നമ്മളെ പെരയുന്ന എല്ലാരും കൂടി മലക്ക് പോകാൻ ഒരുങ്ങി. അപ്പൊ വണ്ടി ഏൽപ്പിക്കാൻ കാണാനായിട്ടനെയാണ് ഏൽപ്പിച്ചത്. ഏത്? ടാക്സി ഏൽപ്പിക്കണ്ടേ? അപ്പൊ തേങ്ങയൊക്കെ ഉടച്ച് കെട്ടൊക്കെ നിറച്ച് അപ്പോഴാണ് കാണാനായിട്ടിന് പെട്ടെന്ന് ബോധോദയം. ഓ എൻ്റെ അയ്യോ, അങ്ങനെ പറയാല്. എന്താണ്? വണ്ടി ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ അങ്ങേക്ക് അസീസിൻ്റെ അടുത്ത് ഓടി. ഭാഗ്യവശാൽ അസീസിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ടാക്സി ഡ്രൈവറാണ്. മുപ്പരെ വിളിച്ചോണ്ട് വന്നു. അപ്പൊ എന്നിട്ടോ വണ്ടി കയറി ഇരുമുടി താങ്കി തുടങ്ങൂലേ, ശരണവിളി തുടങ്ങൂലേ? ശബരിമലക്ക് പള്ളിക്കെട്ട് ശബരിമലക്ക് കല്ലും മുള്ളും കാലക്കുമത്ത് സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് മുള്ളും കാലക്കുമത്ത് സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ നെയ്യഭിഷേകം സ്വാമിക്ക് കർപ്പൂര ദീപം സ്വാമിക്ക് എല്ലാം എല്ലാം സ്വാമിക്ക്. അപ്പൊ അസീസ് വണ്ടി സൈഡാക്കി. കാണാനായിട്ടുള്ള കാര്യം പറയും. വണ്ടിക്കൂലി ആർക്ക് കൊടുക്കും? വണ്ടിക്കൂലി, ടാക്സി, എല്ലാം എല്ലാം സ്വാമിക്ക്. കാണാനായിട്ട് വിറ്റാണ്. അപ്പൊ അസീസ് വണ്ടി സൈഡാക്കിയിട്ട് നിങ്ങൾ കാര്യത്തിൽ തീരുമാനം എടുക്കി. വണ്ടിക്കൂലി നിങ്ങൾ സ്വാമിക്ക് കൊടുക്കും.